ഗൈസ്, അപ്പം ഒരുപാട് പേരെ പ്രശ്നമാണ് ജിമ്മിൽ പോയിട്ട് ഒരു 2 മാസം 3 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ജിമ്മിൽ പോയിട്ട് കുടവേറ് കുറയുന്നില്ലെന്നൊരു പരാതി ഒരുപാട് പേർക്കുണ്ട്. അങ്ങനെ അവർ പുതിയ ജിമ്മിൽ പോക്ക് നിർത്തുകയും പിന്നെ ചിലപ്പോൾ 2 മാസം കൊണ്ട് നിർത്തുന്നുണ്ട്, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് നിർത്തുന്നുണ്ട്. അവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വയറ് കുറയും, അത് ബോഡി ഫിറ്റായിട്ടിരിക്കും എന്നുള്ളൊരു ധാരണയിലാണ് അവർ ജിമ്മിൽ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരു റിസൾട്ട് അവർ പ്രതീക്ഷിക്കുന്നത്ര റിസൾട്ടും കിട്ടുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോകുന്നത് മസിൽ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനോ ഫാറ്റ് കുറയ്ക്കാനോ എന്നൊരു ധാരണയോടെ ആയിരിക്കില്ല. അപ്പോൾ നിങ്ങളൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടായിരിക്കണം നിങ്ങൾ ജിമ്മിൽ പോകേണ്ടത്, അതുപോലെ പോയി വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ കടയിൽ പോകുന്നുണ്ട്, മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ട്. അതേപോലെ ഒരു ഡെയിലി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു കുറച്ച് സമയം ജിമ്മിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതൊരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് നിങ്ങൾ അറിയാതെ പോലും നിങ്ങളുടെ ബോഡിയിൽ ചേഞ്ചസും റിസൾട്ടും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാട് പേര് ജിമ്മിൽ പോകുന്നത് വയറ് കുറയ്ക്കാനായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം, വയറ് കുറയ്ക്കാനായിരിക്കും ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരു 80% പേരും ജിമ്മിൽ പോകുന്നത് ബോഡി ഫിറ്റ് ആക്കി വെച്ച് ഒരു ബോഡി ഫിറ്റായിട്ടൊരു ബോഡി നിലനിർത്താനായിരിക്കും. നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ 1 മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ടൈം എടുക്കും, ചിലപ്പോൾ പെട്ടെന്നൊന്നും വയറ് കുറയണമെന്നില്ല. അപ്പം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങളുടെ ബോഡിയിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പം സാധാരണ മിക്കുള്ളവരും ജിമ്മിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് ഒരു മനസ്സിലൊരു ധാരണ വയ്ക്കും, എനിക്ക് അല്ലെങ്കിൽ കുറച്ച് ബോഡി സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് മസിലൊക്കെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ വയറ് കുറയ്ക്കണം, അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കും അവർ പോകുന്നത്. അങ്ങനെ 1 മാസം 2 മാസം അവർ ജിമ്മിൽ ചെന്നിട്ട് അവർ ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ പതിയെ അവർ ജിമ്മിൽ പോക്ക് നിർത്തുക. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല. നമ്മളൊരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെ കൂടെ തന്നെ ഇതും കൂടെ കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ മൈൻഡൊക്കെ നിങ്ങളെ ഫ്രഷ് ആവും. നിങ്ങളെ ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സൊക്കെ പരമാവധി ഇപ്പോൾ ജിമ്മിൽ പോയി 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നവർക്ക് പരമാവധി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒഴിവാകും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പം നിങ്ങൾ വയറ് കുറയ്ക്കാനാണ് ജിമ്മിൽ പോകണമെങ്കിൽ 2 മാസം 3 മാസം കൊണ്ട് നിങ്ങൾ വയറ് കുറയ്ക്കാനാണ് ജിമ്മിൽ പോകണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങളെ ഫുഡും കൂടെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പം നിങ്ങളെ ഡയറ്റും കൂടെ ഇപ്പോൾ എല്ലാവർക്കും ഒന്നും അത്ര ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പെട്ടെന്ന് വയറ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാനത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ജിമ്മിൽ പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വയറ് കുറയോ അല്ലെങ്കിൽ നിങ്ങളെ ഫാറ്റ് കുറയോ ഒന്നും ചെയ്യത്തില്ല. നിങ്ങളെ ഫുഡും കൂടെ നിങ്ങൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാനത് ഈസി ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ 4 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കണം. ഒരു 4-5 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി കുടിക്കാൻ ശ്രമിച്ചിരിക്കണം. അതുപോലെ നിങ്ങളെ കഴിക്കുന്ന ഫുഡ് നിങ്ങളിപ്പോൾ ഒരു 3 നേരം കഴിക്കുകയാണെങ്കിൽ നിങ്ങളൊരു 4-5 നേരം ഡിവൈഡ് ചെയ്തത് മാറ്റണം. ഫുഡ് കഴിക്കുന്ന രീതി മാറ്റണം. 4 നേരം 5 നേരമായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം. ഇപ്പം ചിലവർ 2 നേരമായിരിക്കും കഴിക്കുന്ന ടൈമിൽ ഒരു വലിച്ചു വാരി വയറ് ഫുള്ളാക്കി കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് ഫാറ്റായിട്ട് ഇപ്പം വയറിൻ്റെ 2 സൈഡ്, ഒബ്ലിക്സിൻ്റെ സൈഡ് ആയിക്കോട്ടെ, അപ്പം ചെസ്റ്റിൻ്റെ സൈഡ് ആയിക്കോട്ടെ, ഫാറ്റായിട്ട്, അപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ 2 പേർക്കും ഫാറ്റ് കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിച്ചാൽ മതി. അത് അവർ കഴിക്കുന്ന ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണ്, അത് 2-3 നേരമായിട്ട് ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഡിവൈഡ് ചെയ്യുക. 3 നേരം കഴിക്കുന്നത് 4 നേരമാക്കുക. അപ്പം അതുപോലെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുക. അപ്പം ഫാറ്റ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറച്ച് കഴിക്കുക. ഇപ്പോൾ റൈസൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴിക്കരുത്. ഒരു അളന്നൊരു ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വയറ് നിറയുന്ന രീതിയിൽ കഴിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം കുടിക്കുക. ഇപ്പം റൈസൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരുപാട് വെള്ളം കുടിക്കാനുള്ള ഒരു സ്പേസ് വയറ്റിൽ കൊടുക്കുക. അപ്പോൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് വയറ് ഫുള്ളായിക്കോളും. മറ്റേത് ഫുഡ് നമ്മൾ വയറ്റിലോട്ട് കുത്തി കയറ്റിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെള്ളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഡൈജഷൻ പെട്ടെന്ന് നടക്കത്തില്ല, അത് ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഫൈബറിൻ്റെ അളവ് കൂട്ടുക. ഇപ്പം നിങ്ങൾക്ക് നെറ്റിനകത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെ ഫുഡാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഏതൊക്കെ ഫുഡാണ് അവൈലബിൾ എന്ന് നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാവുന്നതാണ്. എക്സാമ്പിൾ പറയുകയാണ് ഓട്സിനകത്തൊക്കെ നല്ല ഫൈബറും ഉണ്ട്, പ്രോട്ടീനും ഉണ്ട്. അപ്പം ഓട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫൈബറിൻ്റെ അളവ് കൂടുകയും അതുപോലെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകാതെ പെട്ടെന്ന് ഡൈജഷൻ ചെയ്യുകയും നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഡൈജഷൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പം ഫൈബർ അടങ്ങിയ ഫുഡ് ഒരുപാട് കഴിക്കുക. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗർ മാക്സിമം ഒഴിവാക്കുക.
അപ്പം മെയിനായിട്ടൊരു ഘടകമാണ് നമ്മളെ ഫാറ്റിലേക്ക് കഴിക്കുന്ന ഫുഡെല്ലാം ഫാറ്റിലേക്ക് പോകാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ ഇന്റേണലായിട്ട് ഷുഗർ കിട്ടുന്നുണ്ട്. അപ്പം അതുകൂടാതെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് എടുക്കുന്നതാണ് ഡേഞ്ചർ. ഇപ്പം ചായയിലൊക്കെ പഞ്ചസാര ഇട്ട് കുടിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ജിമ്മിൽ പോയി വയറൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം ഷുഗർ ഒഴിവാക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒഴിവാക്കി 2 മാസം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നല്ലൊരു ചേഞ്ചസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഷുഗർ ഒഴിവാക്കുക, പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ നിങ്ങൾ ഓയില് ഇപ്പം വെളിയിൽ നിന്നൊക്കെ പോയിട്ട് വറുത്തതും പൊരിച്ചതൊക്കെ നിങ്ങൾ കഴിക്കുമല്ലോ. ഇപ്പം ചായക്കടയിലൊക്കെ കയറി ഡെയിലി പൊരിപ്പ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് കൊളസ്ട്രോൾ കൂടും, പിന്നെ അതുപോലെ തന്നെ ഫാറ്റും കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അവർ പോലും അറിയാതെ അവരുടെ ബോഡിയിൽ ഫാറ്റ്, ചിലവരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഫാറ്റൊന്നും ഉള്ളതായിട്ട് നമുക്ക് തോന്നത്തില്ല, പക്ഷേ അവരുടെ ബോഡിയിൽ ഫാറ്റുണ്ട്, ബാഡ് ഫാറ്റ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കാണ് കൊളസ്ട്രോൾ കൂടുന്നത്. അപ്പം മാക്സിമം നമ്മൾ വീട്ടിൽ ഓൾറെഡി നമ്മൾ ഓയിൽ കഴിക്കുന്നുണ്ട്. ഇപ്പം മീൻ വറുക്കുന്നതായാലും ഇപ്പം അല്ലാതുള്ള കറിയിലൊക്കെ ആയാലും ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ പുറത്തുനിന്നുള്ള ഓയിൽ ഒഴിവാക്കും. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 7 to 8 അവർ മാക്സിമം ഒരു 7-8 മണിക്കൂർ മാക്സിമം ഉറങ്ങാൻ ശ്രമിക്കുക. റെസ്റ്റാണ് മെയിൻ കാരണം. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം ഉറങ്ങണം. ഉറങ്ങിയാൽ മാത്രമേ നമ്മളെ മെറ്റബോളിസം ഒക്കെ നല്ലോണം നടക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ വയറൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്താണോ അത് നടന്നിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.